മോളിവുഡ് ടൈംസ് മൂവി ഞാനിപ്പോൾ കണ്ടിട്ട് വരുവാണ്. എനിക്ക് ഭയങ്കര റിലേറ്റായി മൂവി. സംഭവം എനിക്ക് ഭയങ്കര വർക്കായി. ബേസിക്കലി ഞാനും ഇങ്ങനെ ഇതുപോലെ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഒരു ആ കഥയിലെ കഥാപാത്രം പോലെ തന്നെ നമ്മൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ആ അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ വളരെ ഇന്നസെൻ്റായിട്ട് സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയോട് നമുക്കിഷ്ടം തോന്നുന്നു. അത് മിക്കപ്പോഴും ക്ലാസിക്കുകൾ കണ്ടിട്ടും നമ്മുടെ ഇവിടുത്തെ സിനിമകൾ, പല സിനിമകൾ കണ്ടിട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവുക. എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ, അതായത് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ നടത്തുന്ന ചില അറ്റംപ്റ്റുകളുണ്ട്. അന്ന് നമ്മൾ ചെയ്ത പല അറ്റംപ്റ്റുകളും വളരെ റിലേറ്റബിളായിട്ട് എൻ്റെ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഓക്കെ നമുക്കിത് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യുമ്പം നമ്മൾ എന്താണോ മനസ്സിൽ കണ്ടത് ആ എക്സ്പെക്റ്റേഷനും ആ റിയാലിറ്റിയും നമ്മളുള്ള അന്തരമൊക്കെ അറിയുമ്പോൾ ഉള്ള ഡിസപ്പോയിൻമെൻറ്റ്, അതൊക്കെ ഭയങ്കര റിലേറ്റബിളായിട്ട് ഈ ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ അനുഭവങ്ങളാകും, പുള്ളി കേട്ട അനുഭവങ്ങളാകും, പക്ഷെ ഭയങ്കര കണക്റ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമയുടെ പുറകെ പോകുന്നവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ട് ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോയി അത് വർക്കാകാത്തവർക്ക് ഇത് ഭയങ്കര ഒന്നുകൂടെ കണക്റ്റ് ആവും, എൻ്റെ റിയാലിറ്റിയൊക്കെ. പിന്നെ ഇതിൻ്റെ ചില ഏരിയയിലൊക്കെ ഈ കോപ്പിഡിയെ പറ്റിയൊക്കെ പറയുന്ന ആരും ഡിസ്കസ് ചെയ്യാതെ ചില എലമെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അത് നമുക്കൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ചില, എന്നാൽ അത് കോപ്പിയടി തന്നെ ആയിരിക്കും. അതായത് ഒരാളുടെ ഒരു കൺവിക്ഷനും ഒരാളുടെ ഒരു മേക്കിംഗ് സ്റ്റൈലും അത് കണ്ടിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഡെപ്തിൽ ഇത് അനലൈസ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ആരും അത് ചെയ്തിട്ടില്ല. എല്ലാവരും സ്ക്രിപ്റ്റ് അടിച്ച് മാറ്റുന്ന പരിപാടിയൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര റിലേറ്റബിളായിട്ട് തോന്നി. ഇപ്പം എൻ്റെ ഒരു ഷോർട്ട് ഫിലിമും പണ്ടിങ്ങനെ കണ്ടിട്ട് അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ പിന്നീടൊരു സിനിമ വന്നിട്ടുണ്ട്. സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, ഷോർട്ട് ഫിലിം ഞാൻ കമൻസിലിടാം. അപ്പം അങ്ങനെ ഇതിൻ്റെ പുറകെയുള്ള സ്ട്രഗിൾസ്, ഇതൊരു ഷോ ബിസിനസ്സാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല പല ആൾക്കാരും, എല്ലാവർക്കും ഈഗോ ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പണത്തിൻ്റെ ഒരു ഗെയിമാണ്. അപ്പം അവിടെ ഒരു അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ഒരു അഡമൻസി, ക്രിയേറ്റിവിറ്റി, അതിനേക്കാളും ഒക്കെ അങ്ങനെ പല ഫാക്ടേഴ്സ് അവിടെ വർക്കാവുന്നുണ്ട്. സർവൈവൽ, സൊസൈറ്റി എന്നുള്ള പ്രഷർ, ഇങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദൈവവിശ്വാസിയും ഈ പൗലോ കോലെ അതുപോലുള്ള ഈ നമ്മുടെ ഈ ലോസ് ഓഫ് അട്രാക്ഷൻ വിറ്റ് ഒരു കാലഘട്ടത്തിൽ കുറേ യുവാക്കൾ അതിനകത്തോട്ട് പോയായിരുന്നല്ലോ. ഞാനും അതുപോലത്തെ ഒരാളായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു, നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവണം, നമ്മൾ ജീവിതത്തിൽ മഹാനാവണം, എല്ലാവരെക്കാളും വലുതാവണം, നമ്മൾ ഭയങ്കര ഫസ്റ്റ് ആവണം, നമ്മുടെ പാഷനെ ഫോളോ ചെയ്താൽ നമുക്കത് നേടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഈ ബുക്ക് വിൽക്കുന്നവർ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. ചിലപ്പോൾ അവരത് വിശ്വസിച്ചിട്ടുണ്ടാകും, അതായത് യൂണിവേഴ്സിനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്കെല്ലാം ചെയ്തു തരും. അങ്ങനത്തെ ചില ഞാനിപ്പം ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ചില മണ്ടത്തരങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അയാൾക്കുണ്ടാകുന്നൊരു ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ ഭയങ്കര വർക്ക് പടമാണ്. എനിക്കത് ടെക്നിക്കാലിറ്റീസിനെ പറ്റിയൊക്കെ പല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നും പറയാനില്ല, എല്ലാം ഇൻഡെപ്ത് ടെക്നിക്കൽ സംഭവങ്ങളാണ്. ഇതിനകത്തുള്ള പല പ്രശ്നങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് ഭയങ്കര ക്യാച്ചായിട്ട് തോന്നിയത് ഈ ആരും ഡിസ്കസ് ചെയ്യാത്ത 2-3 ഫിലോസഫിക്കൽ അറ്റംപ്റ്റ്സ്, പോയിൻറ്റ്സ് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സക്സസ് ആവുന്ന ആൾക്കാരെ കണ്ടിട്ട്, ഇപ്പോൾ ഫിലിം ഫീൽഡിൽ നമ്മൾ സ്പിൽബർഗ് അല്ലെങ്കിൽ ഹൈലി സക്സസ് ആവുന്ന ആൾക്കാരെ കണ്ടിട്ട് അതിൻ്റെ പുറകെ നോളൻ, ഒരു പുറകെ പോകുന്ന ചെറുപ്പക്കാരാണ് കൂടുതലും. അപ്പം ഇതിൻ്റെ പുറകെ പോയിട്ട് ഇതിനകത്ത് സക്സസ് ആവാത്തവരുടെ എണ്ണമാണ് സക്സസ് ആവുന്നവരുടെ എണ്ണത്തെക്കാളും വളരെയധികം കൂടുതൽ. അത് നമ്മുടെ ഈ സർവൈവർഷിപ്പ് ബയാസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മനുഷ്യൻ്റെ ഒരു വൈകല്യമാണ്. അതായത് നമ്മൾ എടുക്കുമ്പം ആ സക്സസ് ആയവരുടെ ഗ്രൂപ്പ് മാത്രം എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളും അതുപോലെ അറ്റംപ്റ്റ്സ് നടത്താൻ നോക്കും. ഇത് മാത്രമല്ല, പൊളിറ്റിക്സിലും ഒക്കെ ഇത് ബാധകം കേട്ടോ. എല്ലാ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ, ബിസിനസ്സിലൊക്കെ ഇത് ബാധകമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കണക്ട് ആയത്, ഇപ്പം ഞാൻ വായിക്കുന്ന ചില പുസ്തകങ്ങളുമായിട്ട് ഇതിൻ്റെ ഫിലോസഫി കണക്റ്റഡ്. ഇപ്പം ഫൂൾഡ് ബൈ റാൻഡംനെസ് എന്നൊക്കെ പറഞ്ഞ ബുക്കുണ്ട്. അതായത് നമ്മുടെ ലൈഫിൻ്റെ വോൾ എന്ന് പറയുന്നത് യാദർശികതയാണ്, അല്ലെങ്കിൽ കോയിൻസിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ ലക്ക് എന്നൊക്കെ വിളിക്കും.
ദൈവവിശ്വാസമുള്ളൊരു വിധി, അങ്ങനെ പലതും വിളിക്കും. അപ്പോൾ ഈ റാൻഡമായിട്ടുള്ള ഈ പല ഈവൻസാണ് നമ്മുടെ ലൈഫിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ബാക്കി പല ഘടകങ്ങൾക്കും വലിയ റോളൊന്നും ഇല്ലെന്നുള്ള ഒരു ഭയങ്കര അപ്രിയ സത്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു അപ്രിയ സത്യമാണ്. നമുക്ക് സാധാരണക്കാർക്ക് ഒരിക്കലും ദഹിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ലൈഫിനോടുള്ള ഹോപ്പ് വരെ നഷ്ടപ്പെടുന്ന ഒരു 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 ഫിലോസഫിയാണ്. ആ ഫിലോസഫിയൊക്കെ ഭയങ്കര രസകരമായിട്ട് പുള്ളി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. റാൻഡംനെസ് ഓഫ് ലൈഫ്. നമ്മൾ ഒരു രാവിലെ എണ്ണീക്കുന്ന തൊട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന വരെയും ഉറക്കത്തിൽ പോലും എവറി പോയിന്റ് ഓഫ് ലൈഫ് ഈസ് റാൻഡം. വെദർ യു ആർ ഹാർഡ് വർക്കിംഗ്, വെദർ യു ആർ ടാലൻറ്റ്, നോൺ ടാലൻറ്റ്. ഇവൻ നമുക്ക് കിട്ടുന്ന ടാലൻറ്റ്, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ടാലൻറ്റ് പോലും ലക്കിൽ നിന്നാണ് വരുന്നത്. ജെനറ്റിക്സ്, എൻവയൺമെൻറ്റ്, അപ്ബ്രിങ്ങിങ്, പല പല ഫാക്ടേഴ്സ്, നമ്മൾ ജനിക്കുന്ന രാജ്യം, ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ചില അപ്രിയ സത്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിയാലിറ്റി. പക്ഷെ നമ്മൾ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതിനെ അറൗണ്ട് ചെയ്തിട്ടാണ്. കാരണം മനുഷ്യന് ഹോപ്പ് വേണമല്ലോ ജീവിക്കാൻ. ഇപ്പോൾ ഈ സർവൈവർഷിപ്പ് ബയാസ്, ഈ റാൻഡംനെസ് നമ്മൾ പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ട്രൈ ചെയ്യാൻ ഉള്ള ഹോപ്പ് പലർക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ചില ആൾക്കാർക്ക് അതൊരു ആശ്വാസമായിരിക്കാം. കാരണം നമുക്ക് നമ്മുടെ ഫെയിലിയേഴ്സിനെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയും നമുക്ക് കണ്ടെത്താം. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വിജയിക്കുന്നവരെ ഭയങ്കരമായിട്ട് പൊക്കിപ്പിടിക്കുകയും പരാജയപ്പെടുന്നവരെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുകയും ചെയ്യുന്ന ഒരു ലോകമാണിത്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഫറൻസ് വരുന്നത്. സക്സസ് ആയിട്ടുള്ളവർ ഒരിക്കലും അംഗീകരിക്കത്തില്ല റാൻഡംനെസ് കൊണ്ടാണ്, ലക്ക് കൊണ്ടാണ് അവർ സക്സസ് ആയത്. അങ്ങനെയൊക്കെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ടെക്നിക്കലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പറയാനില്ല. ബാക്കി റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് പേഴ്സണൽ ലെവലിൽ ഭയങ്കര ടച്ചായ ഒരു മൂവിയാണ്. അതായത് ലൈഫിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നേടാൻ പറ്റാതെ പോയ, നമുക്ക് സൊസൈറ്റി ലൂസേഴ്സ് എന്ന് വിളിക്കുക, ഈവൻ നമ്മൾ പോലും സ്വയം വിളിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വളരെയധികം കണക്റ്റാവും. അത് സെറ്റ് ഓഫ് റാൻഡം ഇവൻറ്റ്സ് കൊണ്ട് നമ്മുടെ ലൈഫെല്ലാം ഇങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യം അത് ഭയങ്കര അപ്രിയ സത്യമാണ്. ഈ പോസിറ്റിവിറ്റി വിളമ്പ് ജീവിക്കുന്നവർക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കർമ്മയില്ല, അതിനെയൊക്കെ പുള്ളി ആസ് യൂഷ്വൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഒരു ഡൗൺ ആയിട്ടായിരിക്കും നമ്മൾ തിയേറ്ററിൽ നടക്കുന്നത്, ബട്ട് ദാറ്റ്സ് എ റിയാലിറ്റി. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ആൾക്കാർ ലാഗാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഡെലിബറേറ്റ്ലി പുള്ളി ചെയ്തതായിട്ട് എനിക്ക് തോന്നി. കാരണം അയാളുടെ അറ്റംപ്റ്റ് ശരിക്കും ബോറിംഗ് ആണ്. നമ്മുടെ റിയൽ ലൈഫ് ഈ സിനിമകളിൽ കാണുന്ന പോലല്ലല്ലോ. ഒരാൾ താന്നിരിക്കുന്നു, ഒരു പാട്ട് കഴിയുമ്പോൾ അയാൾ വലിയ സംഭവമായി മാറുന്നു. അതല്ലോ ലൈഫ്. അപ്പോൾ ആ ബോറിങ്നെസ് ശരിക്കും പ്രേക്ഷകരിലോട്ട് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വളരെ നല്ലൊരു ഒരു ഡീപ്പ് ലെവൽ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്, എസ്പെഷ്യലി ലക്ക്, റാൻഡംനെസ്, സർവൈവർഷിപ്പ് ബയാസ്, പിന്നെ കുറേ ഈ പോസിറ്റിവിറ്റി വിൽക്കുന്ന കുറേ കോൺസെപ്റ്റുകളൊക്കെ ഒരു കാലത്ത് എല്ലാവരും വിശ്വസിച്ചു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം സിനിമയെ പറ്റി.